വിട്ടു വിട്ടോ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്താം. എൻ്റെ മുന്നിക്കോട് ഇപ്പോൾ പറന്നു പോയത് KTMൻ്റെ ഏറ്റവും പുതിയ അഡ്വഞ്ചർ 390 ആണ്. ഒന്ന് എത്തിപ്പിടിക്കാൻ നോക്കി, പക്ഷേ കിട്ടണില്ല. അങ്ങനെ ഇപ്പോൾ അതിരാവിലെ എണീറ്റ് ഇപ്പോൾ കാറ്റാടിപ്പാറയിലേക്കാണ് പോകുന്നത്. KTMൻ്റെ അഡ്വഞ്ചർ 390യുടെ കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറി കിട്ടിയതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ തന്നെ അതിൻ്റെ കുറച്ച് ഷൂട്ട്സും കുറച്ച് റിവ്യൂ വീഡിയോയ്ക്ക് എടുക്കാനായിട്ടാണ് ഇന്ന് കാറ്റാടിപ്പാറയിലേക്ക് പോണേ. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇപ്പോൾ വണ്ടി എത്തിയേക്കാണ്. ചായ കുടിക്കാം. ചേട്ടൻ അനിയനോടാണ് പറയണത് പതുക്കെ പോന്ന്. ഇത് അനിയൻ ചേട്ടനോട് പറയേണ്ട അവസ്ഥയായി. അയ്യോ അത് മനസ്സിലായി. ആദ്യത്തെ കൈ കൊടുത്തപ്പോ തന്നെ മനസ്സിലായി. ഏത് ഫസ്റ്റ് നൈറ്റ് റൈഡാണ് എന്നിട്ട് ഏഴായിരം RPM കയറ്റാതെ തന്നെ ഇത്രയ്ക്കും പവർ. അതുകൊണ്ട് തന്നെ ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വെച്ച്. തെറിക്കാണ്, പക്ഷെ നല്ല ബ്രേക്കിങ്. കൈ കൊടുക്കാൻ തോന്നുന്നു, നല്ല ബ്രേക്കിംഗ് ഉണ്ട്. അതല്ലേ ഞാനിരുന്നിട്ട് ഓടിക്കോ. ദൈവമേ, ഈ ബ്രേക്ക് ഓടിച്ചാൽ കിട്ടുമോ? ഞാൻ അവിടെ നിന്ന് വിചാരിക്കാണ് ഈ രാത്രി ഇന്ന് പോക്കത് മോളെ. അങ്ങനെ ചായക്കും കുടിച്ച് കാറ്റാടിപ്പാറയിലേക്കുള്ള യാത്ര തുടരാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി അഡ്വഞ്ചർ 390യുടെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നൻപൻ റെഡിനെയാണ് ഇന്ന് ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് കൂട്ടിയേക്കണേ. അത്യാവശ്യം നല്ല കഴിവുള്ളവരാണ്. നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ ഇവനെ അങ്ങോട്ട് കൂട്ടി. ഇപ്പോൾ എടുത്ത ഫോട്ടോയുടെ റിസൾട്ടാണ് കാണുന്നത്. അവൻ അത്യാവശ്യം നല്ല എഡിറ്റിംഗ് വർക്ക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് എന്തായാലും ഇന്നത്തെ റൈഡ് കളറാക്കിക്കോളും. എന്തായാലും അത്യാവശ്യം നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ ഒരു ക്ലൈമറ്റ് വൈബൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലൈമറ്റ്. നിൽക്കുന്നത് നമ്മുടെ അഡ്വഞ്ചർ 390 അവിടെ ഷൂട്ട് എടുത്തോണ്ടിരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിക്കും കഴിക്കാമെന്ന് വെച്ച്. അപ്പോഴേക്കും നമ്മുടെ റൈഡിലുള്ള അടുത്ത അംഗം കൂടി വന്നു, തുഷാറിൻ്റെ വൈഫും. അങ്ങനെ എല്ലാവരുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷം റൈഡ് തുടരാണ്. ആരാ പറഞ്ഞേ? ഇതിപ്പോ പോയി നോക്കിയാലാ? വെറുതെ പോയി നോക്കാം. എപ്പോഴും പോയാലും ഇതുപോലത്തെ ഉള്ള ഗതികെട്ട അവസ്ഥയായിരിക്കുള്ളൂ. വേറെ വഴിയുണ്ടെന്നല്ലേ പറഞ്ഞേ? ഭാഗ്യം പോയാൽ മതിയായിരുന്നു. എല്ലാ പ്രാവശ്യം ഇതുപോലത്തെ ഒരു ഗതികെട്ട അവസ്ഥയാണ്. എങ്ങനെയാലും എത്തിയാ മതിയായിരുന്നു. ദൈവമേ, ഓഫ് റോഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഇവിടം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ സ്പോട്ട് എത്തിയില്ലെങ്കിൽ വിഷമമാവും. കാറ്റാടിപ്പാറയിലേക്ക് പോകാനുള്ള ഒരു വഴി അടഞ്ഞതോടുകൂടി അടുത്ത വഴി തപ്പി ഞങ്ങളുള്ള പോക്കായി. വേറെ റിസ്ക് ഒന്ന് കയറ്റി നോക്കാം. നീ പോയാ? നിന്റെ വെയിറ്റും കൂടി താകണ്ടി വന്നോടാ. അയ്യോ, ചേച്ചിക്ക് അവിടെ വണ്ടി നിർത്താൻ പറ്റും സെറ്റായിട്ട്. ഞാൻ അതിനേക്കാളും വലിയ ചെയ്തു. ഇവനെ കൂടി കയറ്റിയിട്ട് കൊണ്ടുപോയി. അല്ല,
ഞാൻ എക്സ്ട്രാ ഇതായിരുന്നു, ഇവനെയും കൂടി കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഇതായിരുന്നു. എനിക്ക് കയറാൻ പറ്റുമെന്നുള്ള ഉറപ്പായിരുന്നു. ഇവന്റെ വെയിറ്റ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തും. പക്ഷെ അത് പ്രതീക്ഷിച്ചില്ലല്ലേ സംഭവിച്ച്. ആ വെയിറ്റ് വരുന്നുണ്ടല്ല. ഇടയ്ക്ക് ബാക്ക് ബ്രേക്ക് പിടിക്കാം, പക്ഷെ ഒരു ലിമിറ്റിൽ മാത്രം. ഞാൻ അതുകൊണ്ടാണ് കുറച്ചൊരിപ്പിക്കും വിടും. ആ ഫുൾ ഒരിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിഡായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകും. വ്യൂ കൊള്ളാം. ഇതന്നെ അല്ലേ ഇരിക്കും, മുകളിലേക്ക് ഇരിക്കുള്ളൂ. കൊറേ ഉണ്ട്, എല്ലാം കൂടി പോയി നോക്കേണ്ടി വരും. ഇവിടെ കയറ്റിരിക്കല്ലേ. ഇടയ്ക്കൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല അടിപൊളി ഫ്രെയിമൊക്കെയും കിട്ടും. അങ്ങനെ ഒരു ഫ്രെയിം കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി കുറച്ച് ഷൂട്ടൊക്കെ എടുക്കാമെന്ന് വെച്ച്. അല്ല ഇതിന്റെ ഉള്ളിൽ V3 കയറിയിരിക്കണതാണ് ഹൈലൈറ്റ്. എടാ ഓടാ, ഞാൻ കാട്ടിലേക്ക് കയറ്റണാണ് ഈ വണ്ടീനെ. V3 അപമാനിക്കണം, ഓഫ് റോഡ് കയറുന്ന വണ്ടി എന്റെ. ടെൻഷൻ ആവും. പേടിക്കണ്ട. ഒന്നുകൂടെ വെച്ചു. ഓക്കെ, ഒന്നുകൂടെ. അറിയോ വേറെന്ത് വേണം? എന്നാലും ഞാൻ കയറും. അയ്യോ, ആ ചെരിവണ്ട. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഈ സ്പോട്ടില്. ഇത്രയ്ക്കും ഞാൻ സജസ്റ്റ് ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചില്ല. പോവാനുള്ള സ്പോട്ട് എവിടെയെന്ന് തീരുമാനിക്കുന്ന സമയത്ത് കാറ്റാടിപ്പാറ എന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായി. പക്ഷേ ഇത്രയ്ക്ക് നല്ലൊരു സ്പോട്ടാവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇതിലേക്ക് വരണ്ട. ഓ സെറ്റാണ്. എൻ്റെ പൊന്നോ, എന്ത് അടിപൊളി വ്യൂ ആണെന്നറിയോ. അടിപൊളി സ്പോട്ട്. ആകെ വേനൽക്കാലമാണ് എന്നുള്ളൊരു ചെറിയ നെഗ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പുല്ലും കാടൊക്കെയും പച്ചപ്പായിട്ട് നിറഞ്ഞേനെ. പക്ഷേ എന്നാലും ആ ഒരു വ്യൂ ക്ലൈമറ്റും അടിപൊളിയാണ്. തണുപ്പ് നന്നായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അഡ്വഞ്ചർ 39 റിവ്യൂ ചെയ്യാനുള്ളൊരു പറ്റിയ ലൊക്കേഷൻ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങോട്ട് റെസ്റ്റ് എടുത്ത് കുറച്ച് നല്ല അടിപൊളി ഷൂട്ടൊക്കെ എടുക്കാനായിട്ടുള്ളൊരു സ്പോട്ട് കിട്ടി. അങ്ങനെ അഡ്വഞ്ചർ 390യുടെ ഡീറ്റെയിൽ ടെസ്റ്റ് റൈഡും കുറച്ച് ഓഫ് റോഡ് കേപ്പബിലിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ എന്തായാലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതേ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വഞ്ചർ 390യുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം പിന്നെ തുഷാറിൻ്റെ കയ്യിലുള്ള ഡ്രോൺ എടുത്തു. എന്നിട്ട് കാറ്റാടിപ്പാറയുടെ അടിപൊളി കുറച്ച് ഡ്രോൺ ഷോട്ട്സൊക്കെ അങ്ങോട്ട് എടുത്തു. അങ്ങനെ കാറ്റാടിപ്പാറയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെയും കഴിച്ച് കഴിഞ്ഞ്
പിന്നെ യാത്ര തുടരാണ്. അപ്പോഴാണ് ഇടയ്ക്ക് വെച്ചൊന്ന് പോലീസൊന്ന് കൈ കാണിച്ചേ. ജസ്റ്റ് നോർമൽ ചെക്കിംഗ് ആണ്. പ്രത്യേകിച്ചൊരു കുറ്റവും നമ്മുടെ വണ്ടി കാണാത്തതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് വിട്ടു. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഫോട്ടോസൊക്കെയും റെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇവിടെയാണ് കാണിച്ചു തരാം. അങ്ങനെ ഇതൊക്കെയാണ് റെഡിൻ്റെ ഇന്നത്തെ കുറച്ച് കലാവിരുന്നുകൾ. അപ്പോൾ ഇതോടുകൂടി കാറ്റാടിപ്പാറയുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനിയും കുറേ രസകരമായ റിവ്യൂ വീഡിയോസും ട്രാവൽ വ്ളോഗ്സും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി കണ്ടൻസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.